ചെറുപ്പത്തിന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് കണ്ടെത്തണമെന്ന്, അമ്മയുടെ മുന്നിൽ എത്തിക്കണമെന്ന്. അതുപോലെ നമ്മുടെ കുടുംബം തല്ലിത്തകർത്ത ഐശ്വര്യെ നിയമത്തിന്റെ മുന്നിലിട്ട് പൂട്ടണമെന്ന്. അതെനിക്ക് സാധിച്ചില്ലെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിലും ചെറിയമ്മ എന്നെ സഹായിച്ചതിലും എന്തർത്ഥമുള്ളത്? പിന്നെ രാധികയുടെ കാര്യം, അവളുടെ ഉള്ളിലും ഒരു പെണ്ണിന്റേതായ ഫയറൊക്കെ ഉണ്ട്. പക്ഷെ കാലാകാലങ്ങളായിട്ട് പെണ്ണിന്റെ ഉള്ളിലെ തീ തല്ലിക്കെടുത്തുന്നത് തറവാട്, പാരമ്പര്യം, കടപ്പാട് എന്നൊക്കെ പറഞ്ഞു കിടക്കുക. ഇപ്പോ അതില് മുങ്ങിത്താഴ്ന്ന് കിടക്കുക നമ്മുടെ രാധികയും. അതിൽ നിന്ന് ഞാൻ അവളെ പുറത്തു കൊണ്ടുവരും. ഇന്നത്തെ ഫൈറ്റ് എന്ന പെണ്ണുങ്ങളെ പോലെ കൊണ്ടുവന്ന് നിർത്തും ഞാൻ. അത് ഞാൻ ചെയ്തോളാം. ഒരു സൈന്യം തന്നെ കൂടെ വന്ന് നിൽക്കുന്ന ധൈര്യം എനിക്കിപ്പോ. ചെറിയമ്മയുടെ സൈന്യത്തിന്റെ പടത്തലവന്റെ സ്ഥാനമല്ലേ, അത് ഞാനിങ്ങ് എടുക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഫിദാമേഡം അല്ലേ, എനിക്ക് അവരെ അങ്ങ് കൊല്ലണം. ഫിദാമേഡം ഇനി വേണ്ട, ഒള്ളി ശ്യാമ. വന്ന കൂട്ടത്തില് എന്റെ ലക്ഷ്യം അതും കൂടിയാ. എന്റെ ചെറിയമ്മയും മോളും പൂർണ്ണമായും സേഫ് ആണെന്ന് തോന്നുമ്പോ ഞാൻ പോവും. അത്രേ ഉള്ളൂ. ഇനി ഞാൻ ധൈര്യമായിട്ട് ഉറങ്ങും. രുചിയോടെ ഭക്ഷണം കഴിക്കും. കാരണം എന്റെ മോളെ കാക്കാനായിട്ട് ഒരാളുണ്ട്. എന്റെ അഖിൽ സാറിനെ പോലെ, ദൈവത്തിനെ പോലെ. അഡ്വക്കേറ്റ് ആരതി വർമ്മ. എന്താടാ ഇത്? കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അച്ഛന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ. എന്നാലും ഞാൻ ഒരാളെ കൊല്ലുമെന്ന് ഒരു നിമിഷം വരെ അച്ഛൻ വിശ്വസിച്ചല്ലോ. നീ അത് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറഞ്ഞത്. പക്ഷേ നീ പ്രിയങ്കയോട് പെരുമാറിയത് പൊറുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. എന്റെ സ്റ്റാൻഡിൽ നിന്ന് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവും. വരുൺ, എടാ, ഓരോന്ന് പറഞ്ഞ അച്ഛനെങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. അച്ഛന്റെ മനസ്സ് എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്താ അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ? രാധയെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മ വിശ്വസിക്കുന്നില്ലേ ഇപ്പോഴും? ഇല്ലേ? വരുൺ, സത്യത്തിൽ ചെറിയച്ഛൻ നിർബന്ധബുദ്ധി പിടിക്കാത്തതുകൊണ്ടാ ഇതിങ്ങനെ അവസാനിച്ചത്. അല്ലെങ്കിൽ ഫിദ മേഡം കൊണ്ടുവന്ന വക്കീലിന് പറ്റില്ലെന്ന് ചെറിയച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ സ്ഥിതി? അത് ശരിയാ ചെറിയമ്മേ. ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ വക്കീല് എന്തിനു വേണ്ടിയാ ശ്രമിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും വ്യക്തമായതാണല്ലോ. സൂര്യ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും രക്ഷപ്പെട്ടു. അതെ,
ഇനിയിപ്പോ കേസിന്റെ അന്വേഷണം നടക്കാൻ പോവല്ലേ. ഇനി പ്രിയങ്കയെ കൊന്നത് ആരാണെന്നൊക്കെ പോലീസുകാരെ കണ്ടുപിടിക്കട്ടെ. അതിന്റെ പേരില് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. നീ തല്ലിയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ അകത്ത് കയറിയാലേ ചില ചിട്ടുകളൊക്കെ ഉണ്ട്. ചോദ്യം ചോദിച്ചാ ഉത്തരം പറയണം, ഇല്ലെങ്കിലേ ഞങ്ങൾ പറയിപ്പിക്കും. കേട്ടോ? എന്താടാ മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലടാ? What?